യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ, ഇന്ന് ജൂൺ മാസം 1-ാം തീയതി പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. വെൽ ബിഗൺ ഹാഫ് ഡൺ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. നമുക്ക് നന്നായി ഈ മാസം ആരംഭിക്കാം. കുട്ടികളൊക്കെ ഈ മാസം സ്കൂളിലൊക്കെ പോകുന്ന ദിവസങ്ങളാണ്. നന്നായിട്ട് ആരംഭിക്കാൻ, പഠിക്കാൻ കുട്ടികൾക്ക് സാധിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആത്മീയ ജീവിതത്തിൽ ഒരു പടി കൂടി ഉയരാനായിട്ട് ഈ മാസത്തിൽ നമുക്ക് പരിശ്രമിക്കാം. ഇന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്ന വചനഭാഗം പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം തിരുവചനമാണ്. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും വരുത്. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കും വരുത്. പ്രിയപ്പെട്ട മകനെ, മകളെ, ഈ മാസത്തിൽ ആത്മീയമായിട്ട് കൂടുതൽ വളരാനായിട്ട് നിനക്ക് എന്തെല്ലാം പ്രേരണകൾ കിട്ടുന്നുണ്ടോ അതൊക്കെ പ്രാവർത്തികമാക്കാൻ കൂടുതലായിട്ട് പരിശ്രമിക്കുക. നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. പഠിക്കുന്ന കുട്ടികൾ പഠിക്കുന്ന കാര്യങ്ങൾ നാളെ നാളെ എന്ന് നീട്ടിവെക്കരുത്. അന്നന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ അന്നന്ന് പഠിക്കുക. അങ്ങനെ നല്ല തീരുമാനങ്ങൾ, ആത്മീയവും ഭൗതികവുമായി നല്ല തീരുമാനങ്ങൾ എടുത്ത് ഈ മാസം നമുക്ക് മുന്നേറാം. സാധിക്കുന്നവരൊക്കെ ഈ വചനം ഒന്ന് മനഃപ്പാടമാക്കുക. എഴുതിയോ വായിച്ചോ അത് മനഃപ്പാടമാക്കാൻ പറ്റും. പ്രഭാഷകൻ 5:7 കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുമരുത്. നമുക്ക് നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും ഈ മാസം ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ വലിയ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ഈശോ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. നന്നായി ഈ മാസം തുടങ്ങുവാൻ, ഒത്തിരി ആത്മീയമായിട്ട് വളരുവാൻ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശു നാമത്തിന് അതിലുള്ള കൃപയ്ക്ക് വേണ്ടി വരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.